സരസ്വതി എഫ് എം കരുതലിന്റെ നാഥം ഹൃദയമോട് കേൾക്കും. സരസ്വതി എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 ഏപ്രിൽ 13, കൊല്ലവർഷം 1201, മീനം 14, തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഗഗൻയാൻ 2ാം പരീക്ഷണവും വിജയം. സ്ത്രീ വോട്ട് മുഖ്യശക്തി. വോട്ട് ചെയ്ത വനിതകൾ 81.19%. വിഷുകാലത്തെ വരവേറ്റ് നാട്. സംസ്ഥാനത്ത് കനത്ത ചൂടിനും ഉഷ്ണതരംഗത്തിനും സാധ്യത. CBSE 10ാം ക്ലാസ് ഇന്റേണലിനും ഇനി വേണം 33% മാർക്ക്. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ 2ാം പരീക്ഷണവും വിജയം. നൂറ്റാണ്ടിന് ശേഷമുള്ള ചാന്ദ്ര ദൗത്യത്തിന് വിജയകരമായ പര്യവസാനം. ചന്ദ്രനെ വലം വെച്ച ആർട്ടിമിസ് ദൗത്യത്തിലെ 4 പേരും സുരക്ഷിതരായി എത്തി. മനുഷ്യ ചരിത്രത്തിലെ തന്നെ പുതിയൊരു അധ്യായം എഴുതി ചേർത്ത് ആർട്ടിമിസ് 2 യാത്രികൾ ചന്ദ്രനെ വലം വെച്ചു. അപ്പോളോ ദൗത്യങ്ങൾ നടന്ന് 53 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചാന്ദ്രയാത്ര നടത്തിയ അവരുടെ പേടകമായ ഒറിയൻ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു. ഏപ്രിൽ 1 തുടങ്ങിയ യാത്ര 10 ദിവസം നീണ്ടുനിന്നു. സ്ത്രീ വോട്ട് മുഖ്യശക്തി. വോട്ട് ചെയ്ത വനിതകൾ 81.19%. പുരുഷന്മാരെക്കാൾ 6% കൂടുതൽ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവേശ പോളിംഗ് കരുത്തായി സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം. ഭരണം നിശ്ചയിക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് ഇക്കുറി നിർണായകമാകുമെന്ന് ഉറപ്പായി. സംസ്ഥാനത്ത് കനത്ത ചൂടിനും ഉഷ്ണതരംഗത്തിനും സാധ്യത. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 11 ജില്ലകളിൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട്. ചൂടിനൊപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ അളവും കൂടും. ഇത് കാരണം സാധാരണ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെടാൻ ഇടയുണ്ട്. ധാരാളം വെള്ളം കുടിക്കുകയും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുകയും വേണം. പകൽ 11 മുതൽ 4 വരെയുള്ള സമയത്ത് ഏറെ ജാഗ്രത പാലിക്കണം. CBSE 10ാം ക്ലാസ് ഇന്റേണലിനും വേണം 33% മാർക്ക്. പുതിയ അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരും. ജയിക്കാൻ തിയറി പരീക്ഷയ്ക്കും ഇന്റേണൽ അസസ്മെന്റിനും 33% മാർക്ക് വീതം കുറഞ്ഞത് വേണം. ഇതുവരെ ഇന്റേണൽ അസസ്മെന്റിൽ പരാജയപ്പെട്ടാലും പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. ഇതാണ് പുതിയ അക്കാഡമിക് വർഷം മുതൽ മാറുന്നത്. കൗതുക വാർത്തകൾ. കണിക്കൊന്നയുടെ എളിമ. വിഷുവിനെ കൊന്നയും കൊന്നപ്പൂവുമായി കൂട്ടിക്കെട്ടിയത് സ്വർണ്ണ നിറം കണ്ടിട്ടു മാത്രമല്ല, കണിക്കൊന്ന അടിമുടി മരുന്നാണ്. വേര്, തടി, ഇലകൾ, പൂക്കൾ എല്ലാം ആയുർവേദത്തിൽ ഔഷധ ഗുണ പ്രധാനമുള്ളതാണ്. ത്വക്ക് രോഗങ്ങൾ, വാദം, പനി, കരൾ രോഗങ്ങൾ, മലബന്ധം, മഞ്ഞപ്പിത്തം, ചുമ, തൊണ്ടവേദന, ശ്വാസപ്രശ്നങ്ങൾക്കുമൊക്കെ ചികിത്സയ്ക്ക് കൊന്നയുടെ വിവിധ ഭാഗങ്ങൾ മരുന്നായി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള സർവ്വരോഗ സംഹാരിയായ കണിക്കൊന്നയല്ലാതെ മറ്റാരെയാണ് നമ്മൾ കണി കാണേണ്ടത്? കായികം. ISL സീസണിൽ ആദ്യ ജയവുമായി ബ്ലാസ്റ്റേഴ്സ്. ബംഗളൂരുവിനെ വീഴ്ത്തിയത് 2-1. കളവും കണക്കും കാണികളും എതിരായിരുന്നു. എന്നാൽ കഠിനാധ്വാനത്തെ കൈമുതലാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊന്നും പ്രശ്നമല്ലായിരുന്നു. കരുത്തരായ ബാംഗ്ലൂരു FCയെ അവരുടെ തട്ടകത്തിൽ 2-1 മഞ്ഞപ്പട വീഴ്ത്തിയത്. ഇനി ആരോഗ്യമുതുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ആരോഗ്യമുത്തുകളിൽ സംസാരിക്കുന്ന വിഷയം പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലാർ ഡിസീസ് അഥവാ പാദങ്ങളിലെ രക്തഓട്ടക്കുറവ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൃദയത്തിൽ നിന്നും രക്തധമനികൾ ശരീരത്തിന്റെ നാനാഭാഗത്തും എത്തുന്നു. ഹൃദയത്തിന്റെ ഭിത്തിയിലുള്ള രക്തധമനികളായ കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുപോലെ കാലിലെ രക്തക്കുഴലുകളുടെ നീളം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഹൃദയത്തിൽ നിന്ന് തുടങ്ങി പെരുവിരലിന്റെ അറ്റം വരെ എത്തുമ്പോൾ എത്ര നീളം ആ രക്തക്കുഴലിനുണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കുക. ആ രക്തക്കുഴലുകളിൽ കാലക്രമേണ കൊളസ്ട്രോൾ അടിഞ്ഞ് പല സ്ഥലത്തും ബ്ലോക്കുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പെരിഫറൽ വാസ്കുലാർ ഒക്ലൂസീവ് ഡിസീസ് അല്ലെങ്കിൽ പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലാർ ഡിസീസ് POVD. സാധാരണ ഇത് പുകവലിക്കാരിലും ഡയബറ്റിസ്, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗമുള്ളവരിലുമാണ് കാണപ്പെടുന്നത്. ഒരു സാധാരണ മനുഷ്യനിൽ ഇതിന്റെ ലക്ഷണം എന്താണെന്ന് നോക്കാം. കുറേ ദൂരം നടക്കുമ്പോൾ കാൽ വണ്ണയ്ക്ക് കഴപ്പും വേദനയും വരിക, നിന്ന് കഴിയുമ്പോൾ വേദന മാറുക എന്നുള്ളതാണ് തുടക്കത്തിലുള്ള ഇതിന്റെ ലക്ഷണം. അത് അസുഖം മൂർച്ഛിക്കുന്നതോടുകൂടി ആ നടക്കുന്നതിന്റെ ദൂരം കുറഞ്ഞു വരികയും ഒരു 10 അടി നടക്കുമ്പോൾ തന്നെ വേദന കാരണം നിൽക്കേണ്ടി വരികയും ചെയ്യാം. ഇനി അത് വളരെയധികം വർദ്ധിക്കുകയാണെങ്കിൽ കാലുകളിൽ, വിരല് തുടങ്ങിയ ഭാഗത്ത് രക്തഓട്ടം നഷ്ടപ്പെട്ട് കറുത്ത് ഗാംഗ്രീനായി പോകാം. ഇനി എന്തെങ്കിലും കാരണവശാൽ മുറിവ് പറ്റിയാൽ ആ മുറിവിൽ രക്തഓട്ടമില്ലാതെ അത് ഉണങ്ങുകയില്ല. അതിനെ ഇസ്കീമിക് അൾസർ എന്ന് പറയുന്നു. ഇനി ഈ വേദന നടക്കുമ്പോൾ മാത്രം ഉണ്ടായിരുന്നത് പിന്നെ വെറുതെ ഇരിക്കുമ്പോഴും അമിതമായ വേദന ഉണ്ടാകുന്നു. രോഗി രാത്രിയൊക്കെ എണീറ്റിരുന്ന് കാല് തടവി വിഷമിക്കുന്നു. അതിനെ റെസ്റ്റ് പെയിൻ എന്നാണ് പറയുക. ഇത് ഡയബറ്റിസ് ഇല്ലാത്ത രോഗികളിലാണ്. എന്നാൽ ഡയബറ്റിസ് ഉള്ള ആളിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? വർഷങ്ങളായിട്ടുള്ള ഡയബറ്റിസ് അയാളെ കാലിലെ ഞരമ്പുകൾക്ക് കേടുപറ്റുകയും
സ്പർശനശേഷിയും വേദനാശേഷിയും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനാൽ സാധാരണ പോലെ രോഗിക്ക് വേദന അനുഭവിക്കുകയില്ല. അതിന്റെ അപകടം എന്താണെന്നല്ലേ? വേദന ഇല്ലാത്തതിനാൽ രോഗി ഇതറിയുവാൻ താമസിക്കുന്നു. വിരലുകളിൽ രക്തോട്ടമില്ലാതെ കറുത്തുപോയ ഗാംഗ്രീൻ അവസ്ഥ വരുന്നു. പിന്നെ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ മുറിവ് പറ്റിയാൽ ആ മുറിവിൽ വേഗം ഇൻഫെക്ഷൻ വരുന്നു. ഇൻഫെക്ഷൻ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. മുറിവ് ഉണങ്ങാൻ താമസിക്കുന്നു. ജീവഹാനിക്ക് തന്നെ കാരണമാകുന്നു. ഇനി ഇതിന്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നല്ലേ? ഒരു ഡോപ്ലർ എന്ന സ്കാനിങ് ചെയ്താൽ നമുക്കിതിന്റെ ഏകദേശ ധാരണ കിട്ടും. പിന്നെ അത് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ വഴി രക്തക്കുഴലിലെ ബ്ലോക്ക് മാറ്റാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മൾ ആൻജിയോഗ്രാം എന്ന ടെസ്റ്റ് ചെയ്യും. ആൻജിയോഗ്രാം സാധാരണ ചെയ്യുന്നത് CT സ്കാൻ മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ നേരിട്ട് രക്തക്കുഴലിലോട്ടും ഡൈ കുത്തിവെച്ചോ ആണ്. ഈ ആൻജിയോഗ്രാം കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് ബ്ലോക്ക് എന്നും അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നും മനസ്സിലാകും. അതനുസരിച്ച് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന വികസിപ്പിക്കുന്ന ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. എന്നിട്ട് മുകൾ ഭാഗത്ത് നല്ല രക്തഓട്ടം ഉള്ള സ്ഥലത്താണെങ്കിൽ സ്റ്റെന്റും ഇടും. പക്ഷേ മുട്ടിന് താഴെ സ്റ്റെന്റ് ഇടാറില്ല. ഇനി ചില കാലുകളിൽ രക്തക്കുഴൽ വളരെ നീളത്തിലൊക്കെ ബ്ലോക്കായി പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ബൈപ്പാസ് സർജറി മാത്രമേ വഴിയുള്ളൂ. ഇനി ബൈപ്പാസ് സർജറിയോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്യാൻ സാധ്യതയില്ലാത്ത പറ്റാത്ത കേസുകൾ ഉണ്ടാവാം. അതായത് പല സ്ഥലത്തും ബ്ലോക്ക് വന്ന് നമ്മുടെ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള രക്തക്കുഴലിലും നല്ല രക്തക്കുഴലില്ലാതെ രക്തം താഴോട്ട് പോകാൻ സാധ്യതയില്ലാത്ത രോഗികൾക്കാണ് നൂതന ചികിത്സാ രീതിയായ സ്റ്റെം സെൽ തെറാപ്പി അഥവാ വിത്തുകോശ ചികിത്സ ഉപയോഗപ്രദമാകുന്നത്. ഹ്യൂമൻ വോളണ്ടിയേഴ്സിൽ നിന്നും വിത്തുകോശങ്ങൾ രക്തത്തിൽ നിന്നും വേർതിരിച്ച് ഈ രോഗിയുടെ കാൽവെണ്ണയിലെ മസിലുകളിലും പുണ്ണിന് ചുറ്റും കുത്തിവെക്കുന്ന രീതിയാണിത്. ഈ ഇങ്ങനെ കുത്തിവെക്കുന്ന സ്റ്റെം സെല്ലുകൾ രക്തത്തിൽ കലർന്ന് രക്ത ഓട്ടം ആവശ്യമുള്ള ഭാഗത്തെത്തുകയും അവിടെ പുതിയ രക്തക്കുഴൽ വളരാൻ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്നതിനെ കുറിച്ച് പറയാനുണ്ട്. പുകവലിക്കാർ, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങിയവ ഉള്ളവർ, ഡയബറ്റീസ് രോഗികൾ, പാരമ്പര്യമുള്ളവർ തുടങ്ങിയവരാണ് ഈ രക്തക്കുഴൽ അടയ്ക്കുന്ന അസുഖത്തിന് ഇരയാവുന്നവർ. അതുകൊണ്ട് അത്തരം ദുശീലങ്ങൾ ഒഴിവാക്കി പ്രമേഹം കൺട്രോൾ ചെയ്ത് കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ഇതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സിച്ച് മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കേൾക്കുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ ആഴ്ചത്തെ പ്രധാന OP വിവരം: സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അവിനാഷ് കൃഷ്ണൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ 1 വരെ. ENT ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ 9 മുതൽ 1 വരെ. നെഫ്രോളജി ഡോക്ടർ വിഷ്ണു തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ 3:30 വരെ. ഡോക്ടർ നിനു ജോർജ് ബുധൻ രാവിലെ 8 മുതൽ 9:30 വരെ. ശനി വൈകിട്ട് 4 മുതൽ 5 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കും 9072442098 അല്ലെങ്കിൽ 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം ക്ലോഡിക്കേഷൻ പെയിൻ എന്നാൽ എന്ത്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് നൽകൂ. സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കുക.